ദൈവദർശനം ലഭിക്കുന്നതിലും വലിയൊരു പൂജ ഉണ്ടാകുമോ? ഉണ്ട്. മാതാപിതാക്കളുടെ സേവനം. വാൽമീകി രാമായണത്തിൽ ഭഗവാൻ ശ്രീരാമൻ മാതാ സീതയോട് പറയുന്നു, മാതാ പിതാ ഗുരു. ഇവർ 3 പേരും പ്രത്യക്ഷ ദേവന്മാരാണ്. ഇവരെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്ക് എങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ കഴിയും? പരമാത്മാവ് തൻ്റെ സേവനത്തെക്കാൾ മാതാപിതാക്കളുടെ സേവനത്തെയാണ് ശ്രേഷ്ഠമെന്ന് കരുതുന്നത്. അതിൻ്റെ അത്ഭുതകരമായ ഉദാഹരണം മഹാരാഷ്ട്രയിലെ പന്തൽപുരിൽ കാണാം. മഹാരാഷ്ട്രയിൽ പുണ്ടലിക് എന്ന മഹാനായ ഒരു ഭക്തൻ ജീവിച്ചിരുന്നു. അദ്ദേഹം തൻ്റെ മാതാപിതാക്കളെ സാക്ഷാത് ഭഗവാനായി കരുതി സേവിച്ചിരുന്നു. അവരുടെ മാതാപിതാക്കൾ വയോധികരായിരുന്നു. പുണ്ടലിക് അവരുടെ പാദങ്ങൾ സേവിക്കുകയും ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. രാവും പകലും സേവനത്തിൽ മുഴുകിയ അദ്ദേഹം സ്വന്തം വിശപ്പും ക്ഷീണവും മറന്നു. അദ്ദേഹത്തിന് മാതാപിതാക്കളുടെ സേവനം തന്റെ ഭഗവാന്റെ യഥാർത്ഥ പൂജയായിരുന്നു. ഭക്തനായ പുണ്ടലിക്കിന്റെ ഈ നിസ്വാർത്ഥ സേവനത്തിൽ സന്തുഷ്ടനായ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന് ദർശനം നൽകാൻ പന്തൽപുരിലെത്തി. ഭഗവാൻ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിക്കൽ നിന്ന് വിളിച്ചു, പുണ്ടലിക് വരൂ, എന്നെ ദർശിക്കൂ. ആ നിമിഷം പുണ്ടലിക് മാതാപിതാക്കളെ സേവിക്കണ തിരക്കിലായിരുന്നു. പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കാതെ ചോദിച്ച്, ആരാണ്? ഉത്തരം വന്ന്, ഞാൻ നിന്റെ ഭഗവാനാണ്, ഞാൻ ശ്രീകൃഷ്ണനാണ്. എന്നാലും ആ സമയത്തും പുണ്ടലിക്കിന്റെ സേവനത്തിൽ ഒരു കുറവും വന്നില്ല. അദ്ദേഹം മാന്യമായി ഒരു ഇഷ്ടിക പിന്നിലേക്ക് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പ്രഭു ദയവായി ഈ ഇഷ്ടികയുടെ മുകളിൽ നിൽക്കൂ. ആദ്യം ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ സേവനം പൂർത്തിയാക്കട്ടെ, പിന്നെ ഞാൻ നിങ്ങളെ ദർശിക്കാം. ഇത് കേട്ടപ്പോൾ ഭഗവാൻ അതേ ഇഷ്ടികയിൽ കൈകൾ അറയിൽ വെച്ച് നിന്ന് തൻ്റെ ഭക്തനെ കാത്തുനിന്ന്. പുണ്ടലിക് സേവനം പൂർത്തിയാക്കിയപ്പോൾ അദ്ദേഹം ഉടനെ ഓടിച്ചെന്ന് ഭഗവാനെ കാൽകൾ വീണു. ഭഗവാൻ സ്നേഹപൂർവ്വം പറഞ്ഞു, പുണ്ടലിക്, നിന്റെ ഭക്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. മാതാപിതാക്കളുടെ സേവനം എൻ്റെ ഏറ്റവും ഉയർന്ന ആരാധനയാണ്. ഒരു വരം ചോദിക്കൂ. പുണ്ടലിക് കൈകൂപ്പി പറഞ്ഞു, പ്രഭു ദയവായി ഈ സ്ഥലത്ത് എപ്പോഴും വസിക്കൂ. എല്ലാ ഭക്തർക്കും നിങ്ങളുടെ ദർശനം ലഭിക്കട്ടെ. ഭഗവാൻ അവൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് അതേ ഭാവത്തിൽ അവിടെ തന്നെ വിരാജിച്ചു. അന്നു മുതൽ ഭഗവാൻ വിട്ടൽ അല്ലെങ്കിൽ വിഠോബ എന്ന് അറിയപ്പെട്ടു. അർത്ഥം ഇഷ്ടികയുടെ മുകളിൽ നിൽക്കുന്ന ഭഗവാൻ. ഭഗവാൻ തൻ്റെ ഭക്തന് ദർശനം നൽകിയ സ്ഥലത്ത് ഒരു ഭവ്യമായ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടു. ഇന്നത് പന്തൽപുരിലെ വിട്ടൽ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. പത്മപുരാണത്തിൽ ഭഗവാൻ പറയുന്നു, ഒരു വർഷം, ഒരു മാസം, ഒരു പക്ഷം, ഒരാഴ്ച അല്ലെങ്കിൽ ഒരു ദിവസം പോലും മാതാപിതാക്കളെ ഭക്തിയോടെ സേവിച്ചവൻ എൻ്റെ ധാമം പ്രാപിക്കും. അതിനാലാണ് പറയുന്നത്, ഭഗവാനെ നേടാനുള്ള ഏറ്റവും ലളിതമായ മാർഗം മാതാപിതാക്കളുടെ സേവനമാണ്. ജയ ജയ